ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിലൊക്കെ കടക്കര എത്തിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ അടുത്ത് കടക്കര എത്തിയിട്ടില്ല കേട്ടോ, കടക്കര എത്തിയിട്ടില്ല. ഇനി ഏതാനും ദിവസങ്ങൾക്കകം, അതായത് അടുത്ത ദിവസം ഇവിടെ ലാൻഡ് ചെയ്യുള്ളൂ. അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം നാളെയായിട്ട് വരും. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ, വില്ലേജ് അവിടെ ഇരിപ്പുണ്ട്. ആയി അപ്പോൾ നാളെ, അതായത് നാളെ ആൾ ഇവിടെ എത്തും. ആക്ച്വലി ആ പരിപാടി നടന്ന ദിവസം തന്നെ കൊണ്ടുവരാൻ പറ്റില്ല, നോക്കിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത്ര നാൾ നോക്കിയിരുന്ന ദിവസം വരെയുണ്ട. അപ്പോൾ നാളെ ഏകദേശം നാളെ എത്തും, നാളെ കാണാം. നാളെ രസകരമായ, അതെ, നാളെ ഏകദേശം നല്ല വീഡിയോ ആയിരിക്കും. നാളത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത്. അവിടെ കിടലായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് അടക്കാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു, നമ്മൾ സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും മഴയും കാര്യങ്ങളൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കാനൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അവിടെ കുറച്ച് പരിപാടി ഉണ്ട്, അവിടെ കാണിച്ചു തരാം. ബാ പോയി നേരെ ഞാനിവിടെ എത്തിയിട്ടാ, നേരെ ഇവിടെ എത്തിയതേ ഒരാളിവിടെ അപ്പൊ നമ്മൾ നാളെ ഇങ്ങോട്ട് പോയിന്. വിഷമത്തിലാണ് എല്ലാവരും വിഷമത്തിലല്ലേ. പിന്നെ അങ്ങനെ ആവണമല്ല, അതല്ല അതിന്റെ ഒരു ഇരിപ്പ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. ദേ നോക്കിയിരിക്കണ എന്താണ് സംഭവം, ആരാണ് എന്താന്നൊക്കെ നോക്കിയാണ് സെക്കൻഡ്. ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. അപ്പൊ ഞങ്ങളുടെ ഒപ്പം വന്നത് കൊണ്ടുപോല അയ്യോ സങ്കടം വന്നു കൊച്ചിന്. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോയില്ലേ. അവിടെ വേറൊരു ഭാവിയും കൂടി വന്നിട്ടുണ്ട്. ചേട്ടന് അതങ്ങനെ വീഡിയോയിൽ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടന് ഭാവി ഉണ്ടായി, എന്നെ ആന്റിയുടെ മോന് ഭാവി ഉണ്ടായി. അപ്പൊ ഞാൻ ഇതുവരെ പോയി കണ്ടിട്ടില്ല. അവര് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായി, പുറത്ത് ഉണ്ടായിട്ട് കഴിഞ്ഞ ഓണത്തിനൊക്കെ ഉള്ള വീഡിയോസിൽ ഉണ്ടായിരുന്നു അവര്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഭാവന് വന്ന് ഇവിടെയായിരുന്നു ഡെലിവറി ഒക്കെ. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റിയിട്ടില്ല, ഹോസ്പിറ്റലിലോട്ടൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ എനിക്കൊന്ന് പോകണം, വാവേനെ കാണണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കൊച്ചിൻ്റെ ആൻറ്റിയില്ലേ കണ്ടിട്ടില്ലല്ലോ, അപ്പച്ചി ആൻറ്റിയല്ല. അപ്പോൾ കാണാനായിട്ട് പോയിണ്. അപ്പോൾ വേഗം അമ്മയുള്ള ഒരു ഗ്യാപ്പിൽ വേഗം പോയിട്ട് വേഗം വരണം. അപ്പോൾ അതാണ് സംഭവം. സംഭവം കാണിച്ചിട്ട് കൊച്ചിനെ ഞങ്ങള് പോയിട്ട് വരട്ടെ. സമയമില്ല, വേഗം പോയിട്ട് വരട്ടെ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു ഡ്രസ്സ് എടുക്കണ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നേക്കണില്ല. ഞങ്ങളുടെ ഡ്രസ്സ് എടുത്ത് ഞാനുണ്ട്, ബാക്കിൽ ചേച്ചിയാണുള്ളത്. സൗണ്ട് മാറി കണ്ണനെല്ലാം ഉള്ളത്. കണ്ണൻ വീട്ടിലുണ്ടായിരുന്നു. അവിടെ ഒന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങി കണ്ണൻ ഇവിടെ ആക്കിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളൊരു അത്യാവശ്യമായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നേന്ന്. ഇനി നാളെ ഞാനിപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞല്ലോ, അങ്ങോട്ട് കടക്കരയ്ക്ക് പോകും. അപ്പോൾ അതിൻ്റെ കുറച്ച് ചടങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നേക്കണതാണ്. അപ്പോൾ ചടങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണല്ലോ, ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചടങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഞങ്ങളതാണ്. അപ്പോൾ അതേ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണേണ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയതെന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഇപ്പം ഞങ്ങളിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെ, കേൾക്കാൻ പറ്റണ്ടെന്നാവും, സൗണ്ട് ഉണ്ടായിരിക്കും. സാധാരണ ഭയങ്കര ഒച്ചയെടുത്ത് പറയുമ്പോഴേ ഒതുങ്ങി പറയുമ്പോൾ എന്തോ പോലെ തോന്നും. പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കും. അതെ, ചിന്നപ്പോൾ വീഡിയോ വീണമെന്നുണ്ട്. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ ടൈം ഉണ്ടാവില്ല. നമ്മുടെ സംഗമത്തിലേക്കാണ് വന്നേക്കണത്. നമ്മുടെ പറവൂര് സംഗമവും ഫാഷനുമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറാറ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ എന്തായാലും എടുക്കട്ടെ ഏട്ടാ. അതെ, അങ്ങനെ ഞാൻ ഈ പറവൂരൊക്കെ പോയിട്ട് വന്നിട്ട് അപ്പോഴേ ഇവിടെ ഒരാൾ കിടന്ന് അത്ര നല്ല ഉറക്കമൊന്നുമല്ല. നമ്മൾ പൊന്നി പോയാണ്, പക്ഷേ ഉറങ്ങിപ്പോയാണ്. എന്നാലും ആളിങ്ങനെ എഴുന്നേറ്റിരിക്കണേണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കണോണ്ട് ഞാനിങ്ങനെ അവിടെ കിടത്തിയതാണ്. പിന്നെ ഈ റൂമൊക്കെ കണ്ട ആകെ അലങ്കോലമായിട്ട് കിടക്കണത്. അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം.
ഈ കാണുന്നത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഭാവിക്ക് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അന്നത്തെ പ്രോഗ്രാമിന് ഗിഫ്റ്റ് തന്നതായിരുന്നത്. ഇതൊക്കെ കുറേയൊക്കെ ഞാൻ ഇടയ്ക്ക് ഒതുക്കി വെച്ച് ഇനി ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്ക് ഒതുക്കാൻ പോണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെ പാക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിടാണ്ട് ഇങ്ങനെയും ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുറേ നേരമായി ഇതൊക്കെ ഒതുക്കി വെക്കണത്. കുറച്ച് താഴെ കുറച്ച് മേലേക്ക് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ ഇനിയിപ്പോൾ കൊണ്ടുപോകണം, എന്തൊക്കെ കൊണ്ടുപോകണ്ടെന്നുള്ളതൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേണ് ഞാനിങ്ങനെ. അതാണ് ഈ റൂം ഇങ്ങനെ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കണത്. ഇനി ഞാനിതൊക്കെ ഒതുക്കിയാലാണ് ശരിയാവുള്ളൂ. അപ്പം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ല. ഇത്രയും ദിവസം നിന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടാവണ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞവരോടോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞവരോടൊക്കെ ചോദിച്ചിങ്ങനെ ഇത്രയും നിന്നിട്ട് പോകുമ്പോൾ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീട് പുതിയതാണ്, ഇങ്ങനെ മൊത്തത്തിൽ പരിചയമില്ലാത്ത ഒരാൾക്കാരുടെ അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോണത്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് പോകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, നമുക്കെല്ലാം അറിയാം, എല്ലാം സെറ്റാണ്. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാവയുടെ കൂടെ ഇവിടെ എല്ലാവരും ഇത്രയും ദിവസം നിന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അതാരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതന്നെ ഞാൻ പറയണത് എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയൊക്കെയാണ്, ആ ഒരു ബുദ്ധിമുട്ടിക്കൂടെയൊക്കെയാണ് ഞാനിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇനി സെറ്റാവും, അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ സെറ്റാവും, ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ സെറ്റാവും. അങ്ങനെയാണല്ലോ അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാനപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വൃത്തിയായിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം, പിന്നെ വന്നവരുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കുറേ വീഡിയോസ് എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു പാക്കിങ്ങിൻ്റെ തിരക്കിലായതുകൊണ്ട് അവനിപ്പോൾ ഇടാൻ പറ്റണതും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഈ പാക്കിൽ നിന്ന് എടുത്ത്, കാര്യം നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ. അപ്പോൾ എനിക്ക് ആ ഗിഫ്റ്റുകളൊക്കെ കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പറ്റണതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാര്യം പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും തന്ന ഗിഫ്റ്റുകൾ ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാര്യം ഇപ്പം ഇടാൻ പറ്റണത് പിന്നിടാൻ പറ്റണത്, അയ്യോ പയ്യനെ എഴുന്നേറ്റ് തോന്നണം, ഇപ്പം ഇടാൻ പറ്റണത് പിന്നിടാൻ പറ്റണമെന്നൊക്കെ ഉള്ള തരംതിരിച്ചൊക്കെ വെച്ച് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം അവന് യൂസ് ചെയ്യാൻ പറ്റണത് മാത്രം കൊണ്ടുപോകണുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ട് ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നടത്തുമ്പോൾ കൊണ്ടുപോയാൽ മതിയല്ലോ എന്നോർത്ത്. പിന്നെയാണെങ്കിൽ എനിക്കിങ്ങനെ ഇന്ന് വാഷ് ചെയ്തിടാനോ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. കുറച്ച് ഡ്രസ്സ് മാത്രമേ നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. കാര്യം മഴ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങൂല, അങ്ങനെയൊക്കെ ഉണങ്ങിയില്ലെങ്കിൽ ആ തുണിക്കൊക്കെ ഒരു സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ കഴുകി വെച്ച കുറച്ച് ഡ്രസ്സും അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകണത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം. അതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വ്ളോഗ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണം. ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളൂ. ഞാൻ പിന്നെ അവിടെ പോയി ചേട്ടൻ്റെ ഭാവനെയൊക്കെ കണ്ടിട്ട് വന്നു. കാര്യം എനിക്കിനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം എനിക്ക് ഇങ്ങോട്ട് വന്ന് ഭാവനെ കാണാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് കണ്ണൻ്റെ സൗകര്യം ഇങ്ങനെ എല്ലാം നോക്കിയിട്ടൊക്കെ വേണമല്ലോ വരാനായിട്ട്. അപ്പോൾ ഭാവിനാണെങ്കിലും ഒക്കെ നോക്കണം. പിന്നെ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ലൊരു സമയം കിട്ടിയപ്പോൾ അങ്ങനെ വേഗം പോയി കണ്ടിട്ട് വന്നു ഭാവന. അപ്പോൾ അതും കഴിഞ്ഞ് അങ്ങനെ പിന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ അടുത്ത ദിവസം കാണാം. ബൈ.